ഇപ്പോൾ ബഫറ്റ് വന്നിട്ട് പേപ്പേഴ്സിനെ ഒരുപാട് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ബഫല്ലോ ന്യൂസ്, വാഷിംഗ്ടൺ പോസ്റ്റ് മെയ് 13 ന്യൂസ് പേപ്പർ ഇരുന്നു. സോ ദി ഐഡിയ ഈസ് ടു പ്രിന്റ് ദ ന്യൂസ് പേപ്പർ ആൻഡ് കളക്ട് അഡ്വർടൈസ്മെന്റ്. അഡ്വർടൈസ്മെന്റ് ഒരു ഫ്ലോറ്റ് പോലെയാണ്. വാങ്ങിയോണ്ട് ആ ഫ്ലോട്ടിനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടിരുന്നു. ടെക്നോളജി വന്നതിന് ശേഷം ന്യൂസ് പേപ്പർ ഇറലവൻ്റ് അല്ല. ന്യൂസ് പേപ്പർ ഈസ് ഗിവിങ് എ ന്യൂസ്, റൈറ്റാ? ഇന്ന് നടന്നെന്ന് വെച്ച് നാളെ ഹിന്ദുവെ നോക്കി നമ്മളെ അറിയും. ഇന്ന് നിനക്ക് ഹിന്ദുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്ത് നടന്നു എന്ന്. അപ്പോൾ ഇറ്റ് ബിക്കം ഇറലവൻറ്റ്. സോ അതുപോലെ തന്നെ നിങ്ങൾ IT നാരോലി സ്കിൽഡ് ആയിരുന്നാൽ എന്തോ ഒരു പർട്ടിക്കുലർ സ്കില്ല് വന്നിട്ട് ഇറലവൻ്റാ പോകും. ആ സ്കില്ല് അങ്ങനെ ഇറലവൻ്റാ പോയെങ്കിൽ ആ ഇൻഡസ്ട്രിയേ ഇരിക്കത്തില്ല. മീഡിയ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയേ ഇറലവൻ്റായി എന്തൊരു ന്യൂസ് പറയുന്നത് ഞാനേ ന്യൂസിനെ നോക്കാം എന്ന് പറയുന്നു. അതിൻ്റെ ശേഷം അനലൈസ് ചെയ്ത് ചെയ്യുന്ന ആൾക്കാർ വെരി സ്മോൾ പെർസെൻറ്റ് ഓഫ് ദി പോപ്പുലേഷൻ. Nobody is interested in news as long as it is not free. So when you get free, ഏത് ഒറിജിനൽ ന്യൂസ് ഏത് ഡ്യൂപ്ലിക്കേറ്റ് ന്യൂസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. അതൊക്കെ വളരെ കുറവാണ്. എല്ലാ ന്യൂസ് പേപ്പറിനെ വിറ്റു ബഫറ്റ്. സോ ഈ സർവീസ് എക്കോണമി എന്ന് പറയുന്നത് വിൽ ഗെറ്റ് ബെറ്റർ ആൻഡ് ബെറ്റർ ആൻഡ് ബെറ്റർ ആൻഡ് ബെറ്റർ. ഇറ്റ് വിൽ ഗെറ്റ് മോർ നാരോ അറ്റ് ദി ടോപ്പ്. അമേരിക്ക ഡസ് നോട്ട് മാനുഫാക്ചർ മസ്റ്റ് എനിമോർ. അകത്ത് ചെയ്യണതല്ല. എല്ലാം വെളിയിൽ നിന്ന് തന്നെ പറഞ്ഞു. ചീപ്പ് അറ്റ് ട്രിപ്പിൾ ഇറ്റ് ഔട്ട്സൈഡ് ബിക്കോസ് ഹിയർ ലേബർ ഇസ് കോസ്റ്റ്ലി. A lot of white men who are in their 50s don't have a job. അവർ ഫ്രസ്ട്രേഷൻ തന്നെ ട്രംപിനെ എലക്ട് ചെയ്തിട്ടത്. ട്രംപ് എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഐ വിൽ ബ്രിങ് ദ മാനുഫാക്ചറിങ് ബാക്ക്. എങ്ങനെയെങ്കിലും ഞാൻ കൊണ്ടുവരാം. അതെ, ടാരിഫ് ഇട്ടെങ്കിൽ കോസ്റ്റ് വിൽ ബിക്കം സോ മച്ച്. അമേരിക്കയിലെ മാനുഫാക്ചർ ചെയ്യാം എന്ന ഐഡിയ ആണ്. ബട്ട് ദി പ്രോബ്ലം ഈസ് മാനുഫാക്ചർ ചെയ്യാൻ പല വർഷങ്ങളാകും. അതിൻ്റെ സാധനങ്ങളുടെ വിലയൊക്കെ കയറും, ഇൻട്രസ്റ്റ് റേറ്റ് കയറും, പല വിഷയങ്ങൾ നടക്കും. കറക്റ്റ്. സോ നിങ്ങൾ സർവീസ് എക്കോണമി ആൻഡ് US കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. നമ്മളെ ഇന്ത്യയും ഇതേ സിറ്റുവേഷൻ തന്നെ ഇരിക്കുന്നു. നമ്മൾ പഠിച്ച മുക്കാൽവാസി ആൾക്കാരും IT-യിലാണ് ഇരിക്കുന്നു. അപ്പോൾ ഈ AI വന്നത് കാരണം മീഡിയ ഇൻഡസ്ട്രി ഡാമേജ് ആയെന്ന് സാർ പറഞ്ഞു. ഓൺലൈൻ വന്നത് കാരണം ഹിന്ദു ആരും പഠിക്കുന്നതില്ല. അത് കറക്റ്റ് സത്യം തന്നെ. AI കാരണം ഈ IT-യിലെ തന്നെ മുക്കാൽവാസി ആൾക്കാരും ജോലിയിൽ ഇരിക്കുന്നു. ഇവരും ഇറലവൻ്റ് ആകുമോ? ഓഫ് കോഴ്സ് AI കാരണം നിറയെ ലോ ലെവൽ പ്രോഗ്രാമിംഗ് ജോബ്സ് ഒക്കെ ഇറലവൻ്റ് ആകും. ഇഫ് സപ്പോസ് യു വാണ്ട് ടു ഡിസൈൻ എ ആപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ AI വിൽ ഡിസൈൻ ആൻഡ് റൈറ്റ് ദി കോഡ്. വി ഓൺലി നീഡ് ടു സൂപ്പർവൈസ് ഇറ്റ്. AI വന്നിട്ട് കോഡിനെ നമ്മൾ വേറെ അതിന് നോക്കേണ്ടിരുന്നാൽ മതി. നമ്മൾ അതിനെ ഡീബഗ് ചെയ്ത് നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് ചെയ്യണം അത് മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ വന്നിട്ട് വെബ്സൈറ്റിനെ AI ഡിസൈൻ ചെയ്ത് കൊടുക്കും. വെബ്സൈറ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ക്രിട്ടിക്കൽ സ്കില്ലായിരുന്നു. ഇന്ന് വെബ്സൈറ്റിനെ AI ഡിസൈൻ ചെയ്യുന്നു. ഇപ്പോൾ നീ യൂസ് ചെയ്യുന്നു ജെമിനീന്. ഇമെയിലിന് ഡിക്റ്റേറ്റ് ചെയ്തുവെങ്കിൽ അത് ഇംഗ്ലീഷിൽ കറക്റ്റാக അറിഞ്ഞ് അതിനെ ടൈപ്പ് അടിച്ച് അയക്കും. ഇറ്റ്സ് ഡെഫിനറ്റ്ലി മോർ ആൻഡ് മോർ സെക്രട്ടറിയൽ ജോബ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് പോകും. എനിക്ക് വന്നിട്ട് എൻ്റെ കരിയറിന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ 2 അസിസ്റ്റൻറ്റ്, അതായത് ടൈപ്പിസ്റ്റ് അസിസ്റ്റന്റ്. അതേ തന്നെ എനിക്ക് ലെറ്റർ അടിക്കാൻ 2 അസിസ്റ്റൻറ്റ് ഇരുന്നു. അതിൻ്റെ ശേഷം കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനിരുന്നു. അതിൻ്റെ ശേഷം ഇപ്പം ഞാനേ മെയിൽ ഇതിൽ നോക്കും. എനിക്ക് ലാപ്ടോപ്പ് വേണ്ട. എൻ്റെ അസിസ്റ്റൻ്റ് ജോലി പോയല്ലേ. ലയാമി ഷോർട്ട് ഹാൻഡ് ടൈപ്പിംഗ് ജോലി പോയതുപോലെ ഒരുപാട് ജോലി പോയി. അത് ഈ ക്വാർട്ടറിൽ തന്നെ നമുക്കറിയാൻ പറ്റി. ഇന്ന് കാർസ് 24 എന്ന സെക്കൻഡ് ഹാൻഡ് കാറ് വാങ്ങി വയ്ക്കുന്ന സൈറ്റിൽ 200 പേരിന് ജോലി പോയായിരുന്നു. ആൻഡ് മോർ ഹയറിംഗ് വിൽ ബി റെസ്ട്രിക്റ്റഡ്. എനി കമ്പനി വിൽ നോട്ട് ബി ഏബിൾ ടു റിക്രൂട്ട് പീപ്പിൾ. എന്തെന്ന് വെച്ചാൽ ഈ സർവീസ് സെൻ്ററൊക്കെ ഇരിക്കുന്നല്ലേ, അവനെ വിളിച്ച് വാങ്ങുന്നോ എന്ന് ചോദിക്കുന്നത്, അതൊക്കെ വാട്സപ്പ് ആയിട്ടായി നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മളൊരു ഇൻവെസ്റ്റർ ആയിരുന്നു. നമ്മൾ IT സെക്ടറിൽ നോക്കുന്നു. വലിയ വലിയ ബ്ലൂ ചിപ്പ് കമ്പനിയൊക്കെ ഇരിക്കുന്നു. അതിനെ വിട്ടുകൊണ്ട് ഒരു ചെറിയ കമ്പനി, അതുമേ ഫ്യൂച്ചറിൽ ഇൻഫോസിസ് ആകും. അതിൻ്റെ മുകളിൽ ഒരു ഹോപ്പ് വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഞാൻ എൻ്റെ അടുത്ത് ടാറ്റ് 2 ടാറ്റ് 3 തുടരുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. TCS, വിപ്രോയും മരിച്ചു പോകത്തില്ല, ഇൻഫോസിസും മരിച്ചു പോകത്തില്ല. TCSന് അവരുടെ ലോക്കൽ ബിസിനസ്സിന് ഒരു ഹ്യൂജ് ബിസിനസ് ഇരിക്കുന്നു ടാറ്റ ഗ്രൂപ്പിൽ തന്നെ. അവർ ക്വിക്കായിട്ട് സൈഡ് ട്രാപ്പ് ചെയ്ത് AI യൂസ് ചെയ്ത് അവർ ഓപ്പറേറ്റ് ചെയ്യും. അമേരിക്കയിൽ AI ഓപ്പറേറ്റ് ചെയ്യുന്നത് കാട്ടിലും TCSൽ AI ഓപ്പറേറ്റ് ചെയ്യുന്നത് വളരെ ചീപ്പറാണ്. സോ 6 ലക്ഷം എംപ്ലോയി എന്ന് പറയുന്നത് ലക്ഷം എംപ്ലോയി ആകുമേ അല്ലാതെ TCSന് ഒന്നും ആകത്തില്ല. സോ ആൾക്കാർക്ക് ജോലി പോകുമേ അല്ലാതെ കമ്പനിയെ നോക്കേണ്ടതല്ല. TCS പോയെങ്കിൽ നടത്താൻ വേറൊരു കമ്പനീനെ കൊണ്ടുവരും. ടെക്സ്റ്റൈൽ മില്ലിനെ അവർ വിറ്റു. പോസിബിലിറ്റി ഈസ് എനോറമസ്. ബട്ട് ഈ സമയം കൊണ്ട് നോക്കുന്നതിൽ മീഡിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഔട്ട്. യൂട്യൂബിൽ നിങ്ങളിപ്പോൾ നോക്കിയെങ്കിൽ കന്നഡയിൽ ഒരാളെടുത്തു 10 ലക്ഷം രൂപ ചെലവ് ചെയ്ത് ഫുള്ളായിട്ട് ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻസ് മൂവി തന്നെ എടുത്തു. അതെ ഞാൻ എന്ത് പറഞ്ഞു, ദ ഫ്യൂച്ചർ വി ഡിഡ്ന്റ് സീ. ടോയ് സ്റ്റോറിയെ ഒരു കമ്പ്യൂട്ടർ ജനറേറ്റഡ് മൂവി. കറക്റ്റ്. മേക്കിംഗ് ടോയ് സ്റ്റോറി വാസ് വെരി ഡിഫിക്കൽട്ട്. ടോം ആൻഡ് ജെറി അങ്ങനെ തന്നെ. ഇന്നൊക്കെ ടോയ് സ്റ്റോറി ചെയ്യുന്നത് വളരെ ഈസി.
So AI in a control will soon help to create an entire movie. Correct. It will give you a story. ഇന്നലെ ആരോ യൂട്യൂബിൽ എനിക്ക് അയച്ചായിരുന്നു ഗുഡ് വിൽ ഹണ്ടിങ് എന്ന പടം ഒരു ഫേമസ് മൂവി. കറക്റ്റ് അതെ. യു ക്യാൻ സീ ഇറ്റ് ഇൻ എ ഇമേജസ് ഒന്നും ക്ലിയർ ആയില്ല. ബട്ട് ഒരു ടേപ്പ് ചുറ്റിക്കൊണ്ടിരിക്കും 1950s 60s തമിഴ് സിനിമയിൽ ഒരു സെലിബ്രിറ്റി വീക്ക് നടന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന്. അതിനെ കണ്ടാൽ നിങ്ങൾ പേടിക്കും. അതുപോലത്തെ ക്വാളിറ്റി സിനിമയിൽ വരാൻ സ്റ്റാർട്ട് ചെയ്തുവെങ്കിൽ ആക്ടേഴ്സേ ഇറലവൻ്റ് ആകും. ജെമിനിയിൽ വന്നിട്ട് വ്യൂവർ 2 എന്നൊന്ന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് ടെക്സ്റ്റ് ബേസ്ഡ്. അതായത് ഞാൻ ടൈപ്പ് ചെയ്തുവെങ്കിൽ, അതായത് നിങ്ങളടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈപ്പ് ചെയ്തായിരുന്നു. ഗാന്ധി താത്ത ചന്ദ്രനിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഒരു ബുക്ക് വായിച്ചുകൊണ്ട് മുഖത്തിന്റെ പിന്നേൽ ഉടനെ ഒരു ക്ലിപ്പ് ഇട്ടായിരുന്നു. അപ്പോൾ ഇത് കാരണം നിങ്ങൾ പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. ഇതുപോലത്തെ സമയങ്ങളിൽ ഇതന്നെ ഗൂഗിൾ വാങ്ങിയിരിക്കുന്നു. അതെ, അതൊക്കെ ഇങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. അതന്നെ ഞാനും ചോദിക്കുന്നു. നമുക്കും കുറച്ച് പറഞ്ഞു തരാമോ? ഞങ്ങൾ വന്നിട്ട് ഇത് നിങ്ങൾ പറയുന്നു, അത് എങ്ങനെ പറയുന്നു എന്ന് നമുക്കറിയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഒരു വർഷത്തിന് മുമ്പേ ഗൂഗിളിൽ നോക്കിക്കൊണ്ടിരുന്നു. നമുക്കത് അറിയാമായിരുന്നു. ഇപ്പോൾ സ്പന്ദന സ്ഫൂർത്തി വന്നിട്ട് 19% ഏറിയിട്ടുണ്ട്. 15% in 7 days. ഞാൻ സ്പന്ദന സ്ഫൂർത്തിൻ്റെ ബാക്കിൽ നിന്ന് പുറകിൽ നിന്ന് ഓടണ്ടേ? ഇപ്പോൾ അതിൻ്റെ പുറകിൽ പോയിട്ട് യൂസ് ഒന്നുമില്ല. ഞാൻ പറയുന്ന സമയത്തിൽ അതിനെ വാങ്ങിയിരുന്നു, അത് യൂസ്. ഇത് തന്നെ നമ്മുടെ പറഞ്ഞു. ഇപ്പോൾ ഹീറോ മോട്ടോർ കാർ ഡൗൺ 40%. പറഞ്ഞു ഞങ്ങൾ അതിനെ വാങ്ങിയില്ല, അതിനെ കുറച്ച് വിഷമമുണ്ട്. ഹീറോ മോട്ടോർ കാർ വന്നിട്ട് 40% 52 വീക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. സ്റ്റിൽ ഓക്കെ. എന്താണ് ഫീൽ ചെയ്യുന്നു? നിങ്ങൾ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു EVS വന്നിട്ട് ഇല്ല ഹീറോയിൽ എന്തൊരു പ്രോബ്ലം എന്ന് ഞാൻ പറയാം. ജസ്റ്റ് നോട്ട് പ്രോഡക്റ്റ് ടു സെൽ. പ്രോഡക്റ്റ് റെഡി ചെയ്ത് ആരാൻഡി ചെയ്ത് ഇത് പുതു പ്രോഡക്റ്റ് കൊണ്ടുവരാൻ അത് വളരെ കഷ്ടം. അവൻ ചെയ്തതൊക്കെ ഫെയിലായി. TVS ആൻഡ് ബജാജ് സക്സീഡായി. സോ അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഏത്തറിനെ പോലെ ഒരു കമ്പനിയെ വാങ്ങിച്ച് ഹീസ് റെസിസ്റ്റിങ് 45% വെച്ചിട്ടുണ്ട്. ಇನ್ನೂರು 10% ആരെങ്കിലും വിറ്റുവെങ്കിൽ അതിനെ വാങ്ങി ഹേ വിൽ മേക്ക് ഇറ്റ് എ സബ്സിഡറി. ബട്ട് അത് കാരണം തന്നെ ഏത്ത കുടുക്ക IPO ഇടുന്നതാ. IPO ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ അവര്. അതെ, ഇതിനു മുമ്പേ പറഞ്ഞായിരുന്നു ഏത്തർ IPO വാങ്ങുന്ന ബദൽ ഹീറോ മോട്ടോർ കാർപ്പ് വാങ്ങുന്നത് വളരെ ബെറ്റർ. നിങ്ങൾക്ക് ഏത്തറിന്റെ മുകളിൽ ഇഷ്ടം ഉണ്ടെങ്കിൽ ഹീറോ മോട്ടോർ വാങ്ങുന്നത് ബെറ്റർ. എന്തെന്ന് വെച്ചാൽ പ്രൈസ് ബാൻ അവർ ഇടുന്ന IPOയിൽ വന്നിട്ട് നിങ്ങൾ ഹീറോ മോട്ടോർ മൂലം വാങ്ങുന്നതാണ് ബെറ്റർ. പക്ഷേ ഈ ഏത്തറിന്റെ പ്രൈസ് 300 രൂപ എന്ന് പറയുന്നു. ബട്ട് ഇതിന്റെ വില 3000 ചില്ലറയിൽ ഇരിക്കുന്നു. അത് എങ്ങനെ വാങ്ങാൻ? there is a ഹീറോ ഫിൻകാർപ്പ് എന്നൊരു കമ്പനി ഇരിക്കുന്നു, എനർജി കമ്പനി ഒന്നിരിക്കുന്നു, മോട്ടോർ സൈക്കിൾ ഒന്നിരിക്കുന്നു. ഏത്തറിൻ്റെ പാതി ഹോൾഡിങ്ങും കിട്ടും. എക്സിസ്റ്റിംഗ് ഡിവിഡൻഡ് പേയിങ് കമ്പനി അത്. ഈ വീഡിയോ നോക്കിയതിന് വളരെ നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആൻഡ് ബന്ധക്കാർക്ക് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ബെൽ ഐക്കോണയും ക്ലിക്ക് ചെയ്യുക. വേറെ ഭാഷക്കാർ ഫ്രണ്ട്സ് നിനക്ക് ഉണ്ടെങ്കിൽ ഹിന്ദി അറിയാനുള്ളവർക്ക് പൈസ ബോൾത്ത ഹൈ എന്ന ചാനലും, കന്നഡ അറിയാമുള്ളവർക്ക് മണി മാത്തു എന്ന ചാനലും, തെലുങ്കുകാർക്ക് മണി മാത്തുലു എന്ന ചാനലും ഇരിക്കുന്നു. അതിനെയും അവർക്ക് ഷെയർ ചെയ്ത് നോക്കാൻ പറയുക. നമസ്കാരം.